പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കുട്ടി മരിച്ചതാണ്. 7 വയസ്സുകാരൻ നിയ മരിച്ച വിഷയം തന്നെയാണ് വലിയ രീതിയിൽ പോകുന്നത്. പ്രതിഷേധക്കാരെ കാണാതെ വലിയേണ്ട സാഹചര്യം എന്താണ്? മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ കളക്ടറോട് ചില ആവശ്യങ്ങൾ ആ കുടുംബത്തിന്റെ ആവലാതികൾ രേഖപ്പെടുത്താനാണ് വന്നത്. എന്നാൽ അതിനോട് നിഷേധാത്മകമായ നിലപാടായിരുന്നു കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവിടെ കളക്ടറെ സംബന്ധിച്ച് ഇതിലൊരു തീരുമാനമുണ്ടാകണം. മുഖ്യമന്ത്രിയോടോ ചീഫ് സെക്രട്ടറിയോടോ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ കുടുംബത്തിന്റെ സാമ്പത്തിക സഹായവും ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ തെരുവ് നായ്ക്കളെ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അത് മുന്നോട്ട് വെച്ചപ്പോൾ കളക്ടർ പുച്ഛിച്ച് തള്ളുന്ന, ചിരിച്ചു തള്ളുന്ന, ഇത്രയും IAS പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇടപെടലുകൾ, നടപടികൾ, പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചത്. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചപ്പോൾ മറ്റൊരു കളക്ടറും ചെയ്യാത്തതുപോലെ, അല്ലെങ്കിൽ എന്നെ അടുത്ത് നിൽക്കുന്ന CIയും SIയും ഒക്കെ സർവീസിലുള്ളപ്പോൾ തങ്ങളുടെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഓടിപ്പോകുന്നത് പോലെ കളക്ടർ അദ്ദേഹത്തിന്റെ വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. പിന്നീട് ഒരു പോലീസ് വാഹനത്തിൽ അദ്ദേഹം ഈ കുന്നിക്കോട് ജംഗ്ഷനിലൂടെ പോകുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തടഞ്ഞത്. അദ്ദേഹം പിന്നീട് വീണ്ടും അദ്ദേഹത്തിനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം വീണ്ടും അവരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം വീണ്ടും ഔദ്യോഗിക വാഹനത്തിൽ വന്നു. ഇപ്പോൾ ഞങ്ങളെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇത് ഈ സമൂഹത്തിന്റെ പൊതുവായ ഒരു സമരമാണ്. ഈ പ്രദേശത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, പട്ടിയടിയേറ്റാൽ അത് സ്വാഭാവികമായും സർക്കാർ ആശുപത്രിയെ സമീപിക്കുക മാത്രമാണ് മാർഗം. അത്തരത്തിൽ സർക്കാർ ആശുപത്രിയെ സമീപിച്ചു, വാക്സിൻ എടുത്തു. ആ വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കളക്ടറാണ്. കളക്ടറോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുത്തരൂ, ഞങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ചക്കിക്കൊത്ത ജങ്കറിനെ പോലെ മുഖ്യമന്ത്രിക്കൊത്ത കളക്ടറാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ടാകും. ഇതിനെക്കുറിച്ച് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ഞങ്ങളുടെ പാർട്ടി കൂടി ആലോചിച്ച് പ്രത്യക്ഷ സമര പരിപാടികളുമായി നാളെ മുതൽ മുന്നോട്ടുണ്ടാകും. പൊതുസമൂഹത്തിന്റെ പരിപൂർണമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല വാക്സിന്റെ പ്രശ്നമാണോ ഡോക്ടർ ട്രീറ്റ്മെന്റ് ആണോ, അങ്ങനെ വാക്സിനിലേക്ക് മാത്രമായി ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വാക്സിന്റെ വീഴ്ചയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി 3-ാം തവണയാണ് ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. എന്നിട്ടും ഇത് പരിശോധിക്കാനോ, ആ ബാച്ചിൽപ്പെട്ട മരുന്നുകൾ കൊടുത്തതിന്റെ പേരിലാണെങ്കിൽ ആ മരുന്ന് കൊടുത്ത രോഗികളെ കൃത്യമായി വീണ്ടും കണ്ടെത്തി അവരെ പരിശോധിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉണ്ടായ തിക്താനുഭവങ്ങളെ കുറിച്ചൊക്കെ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ വീഴ്ചയാണ്, ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പ്രാദേശികമായി ഇവിടുത്തെ പഞ്ചായത്തിന്റെ വീഴ്ചയാണ്. ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു മന്ത്രിയുണ്ട്, സ്ഥലം MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് കമാന്നൊരു അക്ഷരം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഈ കുടുംബത്തിന് നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടിയന്തരമായ കർത്തവ്യം. നീതി നേടി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കും.